ഹലോ എവരി വൺ, ദിസ് ഇസ് ജിബി സെബാസ്റ്റ്യൻ. വെൽക്കം ടു ജിബീസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ CBSE 8ാം ക്ലാസ്സിലെ ഹിന്ദി ധ്രുവ ചാപ്റ്റർ 4 ഓസ് എന്ന നാലാമത്തെ പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നോക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള ലെസൺസ് കാണാത്തവർ ജിബീസ് ക്ലാസ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത പേജിൽ പ്ലേലിസ്റ്റ് ഓപ്പൺ ആവും. ആ പ്ലേലിസ്റ്റുകളിൽ പല പ്ലേലിസ്റ്റുകളുണ്ട്. അതിൽ CBSE 8ാം ക്ലാസ് ഹിന്ദി അതിൻ്റെ പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിൽ നോക്കാം. കവിത മേ रतन किसे कहा गया है और वे कहाँ कहाँ बिखेरे हुए हैं. കവിതയിൽ രത്തൻ അല്ലെങ്കിൽ രത്നം, എന്തിനെയാണ് ഈ രത്നം എന്ന് പറഞ്ഞിരിക്കുന്നത് കവിതയിൽ. ഓർ വേ കഹാ കഹാ ബിഖേരെ ഹുയേ ഹേ, അത് എവിടെയെല്ലാമാണ് വിതറിയിട്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. കവിതാമേ ഓസ് എന്ന് പറഞ്ഞാൽ മഞ്ഞുതുള്ളിയെയാണ് രത്തൻ അല്ലെങ്കിൽ രത്നം എന്ന് പറഞ്ഞിരിക്കുന്നത്. കവിതാമേ ഓസ് കോ രത്തൻ കഹാ ഗയാ ഹേ. യഹ് ഹരി ഘാസ്, എവിടേക്കാണ് വിതറിയിട്ടിരിക്കുന്നത്? ഹരി ഘാസ്. ഹരി എന്ന് പറഞ്ഞാൽ പച്ച നിറത്തിലുള്ള പച്ച പുല്ല്, ഘാസ് എന്ന് പറഞ്ഞാൽ പുല്ലിൻ്റെ മേളിൽ. അതുപോലെ തന്നെ പത്തോ എന്ന് പറഞ്ഞാൽ ഇലകൾ, പത്ത എന്ന് പറഞ്ഞാൽ ഇല, പത്തോ എന്ന് പറഞ്ഞാൽ ഇലകളുടെ മേളിൽ. അതുപോലെ തന്നെ ഓർ ഫൂലോ പർ ബിഖേരെ ഹുയേ ഹേ, പുഷ്പങ്ങളുടെ മേളിലും ഒക്കെയാണ്. അതായത് പച്ചപ്പുല്ലിന് മേളിലും ഇലകൾക്ക് മേളിലും പുഷ്പങ്ങളിന് മേളിലും ഒക്കെയാണ് ഈ മഞ്ഞുതുള്ളിയെ അല്ലെങ്കിൽ മഞ്ഞുതുള്ളിയായ രത്നം വിതറി ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ നോക്കാം. ഓസ് കണോ കോ ദേഖ്കർ കവി കാ മൻ ക്യാ കർണ ചാഹത്താ ഹൈ. അപ്പോൾ ഈ മഞ്ഞുതുള്ളികളെ കണ്ടിട്ട് ദേഖ്കർ കവി കാ മൻ, കവിയുടെ മനസ്സ് ക്യാ കർണ ചാഹത്ത ഹൈ, എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ओस कणों को देखकर कवि का मन कर रहा है कि वह अंजलि भर എന്ന് പറഞ്ഞാൽ കൈക്കുമ്പിൾ നിറയെ ഇനെ ലേ ആയേ, കയ്യിൽ ഈ മഞ്ഞുതുള്ളികളെ എടുത്തുകൊണ്ട് വന്ന് ഇൻകോ ദേക്കർ, അതിനെ നന്നായി സൂക്ഷിച്ച് നോക്കി ദേക്കർ ഈ കവിത ലിഖേ, അതങ്ങനെ അതിനെ നോക്കി വീട്ടിൽ കൊണ്ടുവന്ന് ആ മഞ്ഞുതുള്ളികളെ കൈക്കുമ്പിളിലാക്കി വീട്ടിൽ കൊണ്ടുവന്ന് അതിനെ നോക്കി അതിനെ വർണ്ണിച്ചുകൊണ്ടൊരു കവിത എഴുതണം എന്നാണ് കവിക്ക് തോന്നിയത്. പതാ കരോ കി സുബഹ് കെ സമയ ഖുലെ സ്ഥാനോ പർ ഓസ് കി ബൂന്ദ് कैसे बन जाती है. പതാ കരോ, നിങ്ങൾ കണ്ടുപിടിക്കൂ. സുബഹ് കെ സമയ, രാവിലെ, ഖുലെ സ്ഥാനോ പർ, തുറന്ന സ്ഥലങ്ങളിൽ, ഓസ് കി ബൂന്ദ്, ഈ മഞ്ഞുതുള്ളികളുടെ ഈ തുള്ളികൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഇസെ അപ്നെ ശിക്ഷക്കോ ബതാവോ, അതിനെക്കുറിച്ച് ടീച്ചർക്ക്, നിങ്ങളുടെ ഗുരുവിനെ, ശിക്ഷക് എന്ന് പറഞ്ഞാൽ ഗുരു, ടീച്ചർക്ക് പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ ടീച്ചറിനോട് പറയാനാണ് പറയുന്നത്. എങ്ങനെയാണ് മഞ്ഞുതുള്ളികൾ ഉണ്ടാവുന്നത്, ഈ ഓസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്. दिन में सूरज की रोशनी से पानी गर्म होकर ദിൻ എന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് സൂരജ് എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ പ്രകാശത്തിൽ വെള്ളം ചൂടായിട്ട് ഭാപ്പ് എന്ന് പറഞ്ഞാൽ നീരാവിയായി ഊപ്പർ കി ഓർ ഉഠ്താ ഹെ, എന്നിട്ട് മുകളിലോട്ട് പോകുന്നു. രാത്രിയിൽ യഹ് ठंडा होकर, ഇത് തണുത്തിട്ട് ഗിർത്താ ഹെ, എന്നിട്ട് താഴെ വീഴുന്നു. ഓർ ബൂന്തോ के रूप में हरे घास पत्ते और फूलों पर रुक जाती हैं. അതുപോലെ അത് വീണ് പച്ചപ്പുല്ലിന് മേളിലും ഇലകൾക്ക് മേളിലും പുഷ്പങ്ങളുടെ മേളിലുമൊക്കെ അങ്ങനെ വന്ന് റുക് ജാത്തി ഹെ, അവിടെ വീണ് നിൽക്കുന്നു. യഹ് ജൽദി സെ സൂക്തി നഹി ഹെ, പെട്ടെന്ന് തന്നെ ഉണങ്ങുന്നില്ല ഇതിന് മേളിൽ. ഇസ്ലിയേ യഹ് ഹമേ ധൂപ് നിക്കൽനെ സെ പെഹലെ ദിഖായി ദേത്തി ഹെ, അതുകൊണ്ടാണ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് ഈ
മഞ്ഞുതുള്ളികളെ കാണാൻ പറ്റുന്നത്. ഓർ ധൂപ് നിക്കൽത്തേ ഹി, അതായത് ധൂപ്പ് എന്ന് പറഞ്ഞാൽ സൂര്യൻ അല്ലെങ്കിൽ വെയിൽ വരുന്നതോടെ എന്ത് സംഭവിക്കും? ഏ ഭാപ് ബൻകർ ഉഡ് ജാത്തി ഹെ, അത് പിന്നെ ആവിയായിട്ട് മുകളിലോട്ട് ആകാശത്തോട്ട് പോകുന്നു. ക്യാ ഓസ് കൊഹര ഓർ വർഷ മേ കോയി സംബന്ധ് ഹെ? ഓസ് എന്ന് പറഞ്ഞാൽ മഞ്ഞുതുള്ളി, കൊഹര എന്ന് പറഞ്ഞാൽ മൂടൽ മഞ്ഞ്, പിന്നെ വർഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ മഴ. ഇവറ്റകൾ തമ്മിൽ എന്തെങ്കിലും സംബന്ധമുണ്ടോ, ബന്ധമുണ്ടോ? ഇസ്കെ ബന്നെ ഓർ ഹോനെ കെ കാരണോ കാ പത ലഗാവോ, ഇതെങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത്, അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അറിയാനാണ് പറയുന്നത്. ഓർ ഉസെ അപ്നെ ഢങ് സെ ലിഖ് കർ ശിക്ഷക് കോ ദിഖാവോ, നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ എഴുതിയിട്ട് അത് നിങ്ങളുടെ ടീച്ചറെ കാണിക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? ഓസ്, കൊഹര വ വർഷ, തീനോ, ഇത് മൂന്നും തേജ് ഗർമി മേ പാനി സെ ഭാപ് ബൻകർ ഉഡ് ജാത്തെ ഹെ. ഇതെല്ലാം എങ്ങനെയാണ്? നല്ല ചൂടത്ത്, നല്ല വെയിലത്ത് ഈ വെള്ളം, കരയിലുള്ള നമ്മുടെ ഭൂമിയിലുള്ള വെള്ളം അത് നീരാവിയായിട്ട് മുകളിലോട്ട് പോകുന്നു. ഊപ്പർ ഠണ്ടക് മിൽനേസെ, മുകളിൽ പോയിട്ട് അവിടെ തണുക്കുമ്പോൾ, ഠണ്ടക് എന്ന് പറഞ്ഞാൽ തണുപ്പ് കിട്ടുമ്പോൾ യേ ജം ജാത്തെ ഹെ, അത് കട്ടയാവുന്നു. ജോ ഹമേ ബാദലോ കെ റൂപ് മേ ദിഖ്തേ ഹെ. അപ്പോൾ ബാദൽ എന്ന് പറഞ്ഞാൽ മേഘമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. ഓസ് ബഹുത് ഹി ഹൽക്കി സർദി മേ ചോട്ടി ചോട്ടി ബൂന്തോ കെ റൂപ് മേ ഗിർത്തി ഹെ. ഓസ് എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞുതുള്ളി നല്ല തണുപ്പുള്ളപ്പോൾ, ഹൽക്കി സർദി എന്ന് പറഞ്ഞാൽ ചെറിയ തണുപ്പുള്ള സമയത്ത് ചെറിയ ചെറിയ തുള്ളികളായിട്ട് താഴെ വീഴുന്നു. കൊഹര എന്ന് പറയുന്നത് ബഹുത് ഠണ്ട് മേ ഹോത്താ ഹെ, നല്ലപോലെ തണുപ്പുണ്ടാവുന്ന സമയത്താണ് ഈ മൂടൽ മഞ്ഞ് ഉണ്ടാവാറ്. കൊഹരമേ പാനി നെഹി ഗിർത്ത, ആ മൂടൽ മഞ്ഞിൽ വെള്ളം താഴെ വീഴുന്നില്ല. പരന്തു പക്ഷേ ഠണ്ഡി ഭാപ് നീച്ചേക്ക് തര ആ ജാത്തി ഹെ, മേഘം പോലുള്ള മൂടൽ മഞ്ഞ് താഴെ വരെ വരുന്നു, ഭൂമിക്ക് താഴെ വരെ വരുന്നു. വർഷ കിസി ബാദൽ കെ തോടാ ഗരം ചീസ് സെ ടക്രാനെ സെ പാനി കെ റൂപ് മേ ഗിർത്താ ഹെ. അപ്പോൾ വർഷ എന്ന് പറഞ്ഞത് മഴ അങ്ങനെ ചില സമയങ്ങളിൽ വെള്ളത്തിൻ്റെ രൂപത്തിൽ താഴത്തോട്ട് വരുന്നു. അപ്പോൾ ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ സൂരജ് നിക്കൽനേക്ക് കുച്ച് സമയ ബാദ് ഓസ് കഹാ ചലി ജാത്തി ഹെ. അതായത് സൂര്യൻ ഉദിച്ചു വന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ഓസ് അല്ലെങ്കിൽ മഞ്ഞുതുള്ളികൾ എവിടെ പോകുന്നു? इसका उत्तर तुम अपने मित्रों, बड़ों, पुस्तकों और इंटरनेट की सहायता से प्राप्त करो और शिक्षक को बताओ. ഇതിൻ്റെ ഉത്തരം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും അതുപോലെ തന്നെ വലിയ ആൾക്കാരോടും പുസ്തകത്തിലും ഇൻ്റർനെറ്റിലൊക്കെ നോക്കി നിങ്ങൾ അതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ച് ടീച്ചറോട് പറയാനാണ് പറയുന്നത്. സൂരജ് നിക്കൽനേക്ക് ബാദ്, സൂര്യൻ വരുന്ന, അതായത് അതിന് മുമ്പ്, അത് കഴിഞ്ഞിട്ട് വെയിൽ വന്നു കഴിഞ്ഞിട്ട് പാനി ഫിർ ഗരം ഹോക്കർ, ആ മഞ്ഞുതുള്ളി ചൂടായിട്ട് ഗരം ഹോക്കർ ഭാപ് ബൻകർ, ഭാപ് എന്ന് പറഞ്ഞാൽ ആവിയായിട്ട് ബൻകർ ഉഡ് ജാത്തെ ഹെ, അത് മുകളിലോട്ട് പോകുന്നു. തോ ഓസ് ഗായബ് ഹോ ജാത്തെ ഹെ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഓസ് അല്ലെങ്കിൽ ആ മഞ്ഞുതുള്ളി നമുക്ക് കാണാൻ പറ്റാത്തത്. സൂര്യൻ വന്നു കഴിഞ്ഞ്, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ഈ മഞ്ഞുതുള്ളികളെ നമുക്ക് കാണാൻ പറ്റില്ല. ഇതാണ് കാരണം. അടുത്തത് ഇൻകി ശോഭ നിരക് കർ इन पर कविता एक बनाओ. കവി ഓസ് की सुंदरता पर एक कविता बनाना चाहते हैं. കവി ഒരു കവിത ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു ഈ മഞ്ഞുതുള്ളിയുടെ സൗന്ദര്യത്തെക്കുറിച്ച്. യദി തും കവി കെ സ്ഥാൻ പർ ഹോത്തെ, നിങ്ങൾ ആ കവിയുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ तो कौन सी कविता बनाते, നിങ്ങൾ എന്ത് കവിതയായിരിക്കും ഉണ്ടാക്കിയിരിക്കുക. अपने मनपसंद विषय पर कोई कविता बनाओ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു കവിത ഉണ്ടാക്കി. ഇതൊക്കെ സ്വന്തമായി ചെയ്യാനുള്ള ആക്ടിവിറ്റികളാണ്, ഇത് സ്വന്തമായി ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അടുത്തത് തുമാരെ വിചാർ സെ യെ കിസ് മൗസം കി കവിത ഹോ സക്തി ഹെ. നിങ്ങളുടെ വിചാരത്തിൽ, നിങ്ങളുടെ തോട്ടിൽ
നിങ്ങളുടെ അഭിപ്രായത്തിൽ യെ കിസ് മൗസം കി കവിത ഹോ സക്തി ഹെ, ഈ കവിത എന്ന് പറയുന്നത് ഏത് മൗസം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ, ഏത് കാലാവസ്ഥയിലുള്ള കവിതയായിരിക്കാം? അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. ഹമാരെ വിചാർ മേ, ഞങ്ങളുടെ അഭിപ്രായത്തിൽ യഹ് ഓസ് ജബ് ഹൽക്കി സർദി പടനെ ശുരു ഹോ ജാത്തി ഹെ തബ് പടത്തി ഹെ. അപ്പോൾ ഈ ചെറിയ തോതിൽ സർദി എന്ന് പറഞ്ഞാൽ തണുപ്പുണ്ടാവുന്ന ആ കാലഘട്ടത്തിൽ, ആ കാലാവസ്ഥയിലാണ് ഈ മഞ്ഞുതുള്ളി ഉണ്ടാവുന്നത്, കാണാൻ പറ്റുന്നത്. തുമാരെ പ്രദേശ് മേ കോൻ സെ മൗസം ആത്തെ ഹെ, നിങ്ങളുടെ സ്ഥലത്ത് ഏതൊക്കെ കാലാവസ്ഥയാണ് ഉണ്ടാവാറ്? ഉസ്കി സൂചി ബനാവോ, അതിനെക്കുറിച്ച് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഹമാരെ പ്രദേശ് മേ, ഞങ്ങളുടെ സ്ഥലത്ത് സർദി എന്ന് പറഞ്ഞാൽ തണുപ്പ്, ഗർമി എന്ന് പറഞ്ഞാൽ ചൂട്, ബർസാത്ത് എന്ന് പറഞ്ഞാൽ മഴ, വസന്ത് എന്ന് പറഞ്ഞാൽ വസന്തകാലം, പത്ത്ചഡ് എന്ന് പറഞ്ഞാൽ ഇല പൊഴിയുന്ന കാലം, ഇതെല്ലാം ഉണ്ടാവാറുണ്ട്. ആദി ഋതുവേ ആത്തി ഹെ, ഇങ്ങനെയുള്ള ഋതുക്കളാണ് വരാറ്. തുമേ കോൺസ മൗസം സബ്സെ അധിക് പസന്ത് ഹെ, നിങ്ങൾക്ക് ഏത് കാലാവസ്ഥയാണ്, മൗസം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ, ഏറ്റവും അധികം ഇഷ്ടമുള്ളത്? ഓർ ക്യോ, എന്തുകൊണ്ടാണത്? ഹമേ വർഷ കാ മൗസം സബ്സെ അച്ഛാ ലഗ്താ ഹെ, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എഴുതാം, വർഷ എന്ന് എഴുതാം. വർഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ മഴക്കാലം, മഴ. അതുപോലെ സർദി എന്ന് പറഞ്ഞാൽ തണുപ്പ് കാലം, ഗർമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൂട് കാലം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ഇത്, അതിനനുസരിച്ച് എഴുതാം. സബ്സെ അച്ഛാ ലഗ്താ ഹെ ഏതാണ്? മഴക്കാലം. ചാരോ ഓർ ഹരിയാലി ഹോ ജാത്ത ഹെ, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാ ദിക്കിലും എല്ലാവിടെയും നോക്കിയാൽ എല്ലാവിടെയും എന്താണ്? നല്ല പച്ചപ്പാണ്. വർഷമേ ഭീഗ്ന ഭി അച്ഛാ ലഗ്താ ഹെ, മഴയത്ത് നനയുക, അതും എനിക്ക് ഇഷ്ടമാണ്. जी होता है इन ओस्कनों को अंजलि में भर घर ले आओ. എനിക്ക് തോന്നുന്നു ഈ ഓസിനെ അല്ലെങ്കിൽ ഈ മഞ്ഞുതുള്ളിയെ കൈകളിലെടുത്ത് വീട്ടിലോട്ട് കൊണ്ടുവരാൻ എനിക്ക് തോന്നുന്നു. കവി ഓസ്കോ അപ്നി അഞ്ജലി മേ ഭർന ചാത്തെ ഹെ, കവി എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? അതിൻ്റെ കൈകളിൽ ആ മഞ്ഞുതുള്ളികളെ വാരിയെടുക്കാൻ ആഗ്രഹിക്കുന്നു. തും നീച്ചെ ദീ ഗയി ചീസോं में से किन चीज़ों को अपनी अंजलि में भर सकते हो, താഴെ പറയുന്ന വസ്തുക്കളിൽ ഏതൊക്കെ വസ്തുക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ കൈക്കുമ്പിളിലെടുക്കാൻ സാധിക്കും, കൈകളിലെടുക്കാൻ സാധിക്കും, കൈവെള്ളയിലെടുക്കാൻ സാധിക്കും? സഹി ക ചിഹ്ന ലഗാവോ, ഏതൊക്കെ എടുക്കാൻ പറ്റുമോ അതിന് റൈറ്റിൻ്റെ ചിഹ്നം ഇടാനാണ്. റേത്ത് അല്ലെങ്കിൽ സാൻഡ്, മണലിനെ നമുക്ക് എടുക്കാൻ പറ്റും കൈയിൽ. ഓസ് എടുക്കാൻ പറ്റും. ധുവ എന്ന് പറഞ്ഞാൽ പുക, എടുക്കാൻ പറ്റുമോ? ഇല്ല, അതിനെടുക്കാൻ പറ്റില്ല. ഹവ, കാറ്റിനെ നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. പാനി, അതിനെടുക്കാൻ പറ്റും. തേൽ, പാനി എന്ന് പറഞ്ഞാൽ വാട്ടറാണ്. തേൽ എന്ന് പറഞ്ഞാൽ എണ്ണ, എടുക്കാൻ പറ്റും. ലഡ്ഡു നമുക്ക് എടുക്കാൻ പറ്റും. അത് ഗന്ധ്, മണം എടുക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ. ഹരി घास पर बिखेर दी है ये किसने मोती की लड़ियाँ. ऊपर की पंक्तियों को उलट फेर, അതായത് മാറ്റിമറിച്ചിട്ട് ഇസ് തരഹ ഭി ലിഖാ ജാ സക്താ ഹെ, ഇങ്ങനെ എഴുതാം. എങ്ങനെ? ഹരി ഘാസ് പർ യേ മോത്തി की लड़ियाँ किसने बिखेर दी है. हरी घास पर ये मोती की लड़ियाँ കിസ്നെ ബിഖേർ ദി ഹെ, ഇങ്ങനെ നമുക്ക് മാറ്റിമറിച്ച് എഴുതിയാൽ അതിൽ ഒരു വ്യത്യാസവും, സെൻറ്റൻസ് എല്ലാം കറക്റ്റാണ്, മീനിങ്ങും കറക്റ്റാണ്. അതുപോലെ തന്നെ ഇസി തര, അതേപോലെ നീച്ചെ ലിഖി പങ്ക്തിയോമേ ഉലട്ട് ഫേർ കർ, താഴെയുള്ള ലൈനുകളെ മാറ്റിമറിച്ചിട്ട് തുമ്പി അപ്നെ ഢങ് സെ ലിഖോ, നിങ്ങൾക്ക് പറ്റുന്ന പോലെ അതിനെ ഒരു സെൻറ്റൻസായി എഴുതാനാണ് പറയുന്നത്. കോൻ രാത് മേ ഗൂത്ത് ഗയാ ഹെ യേ ഉജ്വൽ ഹീറോ കി കടിയാ, ഇതിനെ നമ്മൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? രാത് മേ കോൻ യേ ഉജ്വൽ ഹീറോ കി കടിയോ ഗൂത്ത് ഗയാ ഹെ, ഇങ്ങനെ എഴുതാൻ പറ്റും. നഭ്കെ നന്നെ താരോ മേ യേ കോൻ ദമക്തേ ഹേ ദം ദം. അപ്പം നഭ്കെ നന്നെ താരോ മേ യേ കോൻ ദം ദം ദമക്തേ ഹേ, ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, മീനിങ് ഫുൾ സെൻറ്റൻസ് ആണ്.
യെ ഉജ്വൽ ഹീറോ കി കടിയാം. ഉജ്വൽ ജാ ജാ രണ്ട് ചെറിയ ജാ അല്ലെങ്കിൽ ഹാഫ് ജാ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. അതുപോലെ എന്ത് ചെയ്യാനാണ് പറയുന്നത്? ശബ്ദകോശ് കി സഹായത്താസേ എന്ത് ചെയ്യണം? ശബ്ദകോശ് എന്ന് പറഞ്ഞാൽ ഡിക്ഷണറി നോക്കിയിട്ട് ഇതുപോലെ ഉള്ള പല വാക്കുകൾ, ഇതേപോലെ അക്ഷരങ്ങൾ, ഒരു വർണ്ണാക്ഷരം, പകുതി ഉപയോഗിക്കുന്ന അക്ഷരം, അങ്ങനെ ഉള്ള അക്ഷരങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന വാക്കുകളെ കണ്ടുപിടിച്ച് എഴുതാനാണ് പറയുന്നത്. नीचे लिखी चीज़ों की जैसे कुछ और चीज़ों के नाम सोच कर लिखो. ജുഗുനു ജേസെ ചംകീലെ. ജുഗുനു ജേസെ ചംകീലെ എന്തായിരിക്കാം? താരോ ജേസെ ചിൽമിൽ അതെന്തായിരിക്കാം? ഹീറോ ജേസെ ദമക്തെ എന്തായിരിക്കാം? ഫൂലോ ജേസെ സുന്ദർ എന്തായിരിക്കും? നമുക്ക് നോക്കാം ആൻസർ. ജുഗുനു ജേസെ ചംകീലെ താരേ നക്ഷത്രങ്ങൾ. ജുഗുനുവിനെ പോലെ തിളങ്ങുന്ന, ജുഗുനു എന്ന് പറഞ്ഞാൽ മിന്നാമിന്നിങ്ങിനെ പോലെ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ. താരോ ജേസെ ചിൽമിൽ നക്ഷത്രങ്ങളെ പോലെ തിളങ്ങുന്ന റോഷിനിക്ക് ചോട്ടെ ചോട്ടെ ബൾബ്, അതായത് ചെറിയ ചെറിയ ബൾബുകൾ, പ്രകാശം പരത്തുന്ന ചെറിയ ചെറിയ ബൾബുകൾ അതുപോലെ തിളങ്ങും. ഹീറോ ജേസെ ദമക്തെ ഹീര പോലെ മുത്തുപോലെ തിളങ്ങുന്ന ഓസ്കി ബൂന്തേ അതായത് മഞ്ഞുതുള്ളികൾ. ഫൂലോ കി ജേസെ സുന്ദർ ഫൂല ജേസെ സുന്ദർ പൂക്കളെ പോലെ സുന്ദരമായ ഫേസ് മുഖം. ദെൻ നെക്സ്റ്റ് ചമക് ചമക്ന चमकाना चमकवाना. चमक शब्द के कुछ रूप ऊपर लिखे. चमक ചമക്കന ചമക്കാന ചമക്വാന. ചമക്ക് എന്ന് പറഞ്ഞാൽ തിളങ്ങുക, ചമക്കന എന്ന് പറഞ്ഞാൽ തിളങ്ങുക തന്നെ. ചമക്ക് എന്ന് പറഞ്ഞാൽ തിളക്കം, ചമക്കന എന്ന് പറഞ്ഞാൽ തിളങ്ങുക, ചമക്കാന എന്ന് പറഞ്ഞാൽ നന്നായിട്ട് തിളങ്ങുന്നതാക്കുക, ചമക്കുവാന എന്ന് തിളങ്ങുന്നത് ആക്കിപ്പിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. चमक शब्दों के कुछ रूप ऊपर लिखे हैं. इसी प्रकार नीचे लिखे शब्दों का रूप बदलकर ഈ ശബ്ദങ്ങളുടെ ഈ വാക്കുകളുടെ രൂപം മാറ്റിക്കൊണ്ട് ശരിയായ പ്ലേസിൽ സഹി ജഗ പർ ഭറോ. ദമക് സരക് ബിഖർ ബൻ. ഈ ശബ്ദങ്ങളെ ശരിയായ രൂപത്തിലാക്കിയിട്ട് ശരിയായ സ്പേസിൽ ഫിൽ ചെയ്യാനാണ് പറയുന്നത്. ജറാസ രഗഡത്തെ ഹി ഹീരെ ദമക്ന ശുരു കരുതിയ. ചെറുതായിട്ട് ഒന്ന് ഉരച്ചപ്പോഴേക്കും തിളങ്ങാൻ തുടങ്ങി ഹീരെ മുത്ത്. തും യെ കമീസ് കിസ് ദർജി സെ ബൻവാന ചാത്തേ ഹോ. നീ ഈ ഷർട്ട് ഏത് ടൈലറിനോട് പറഞ്ഞാണ്, ഏത് ടൈലറിൻ്റെ അടുത്ത് നിന്നാണ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്? ബൻ എന്നുള്ളത് ബൻവാന എന്നാക്കി. सांप ने धीरे धीरे सरकना शुरू कर दिया. സരക്, ഈ സരക്ക് എന്നുള്ളത് സരക്ന. സരക്ന എന്ന് പറഞ്ഞാൽ എഴയുക, സാപ്പ് എന്ന് പറഞ്ഞാൽ സ്നേക്ക്. പാമ്പ് മെല്ലെ മെല്ലെ എഴയാൻ തുടങ്ങി. സരക്ന ബൻവാന ദമക്ന. ഇവിടെ ദമക് എന്നുള്ളത് ദമക്ന എന്നാക്കി. ഇപ്പോൾ ലക്കി കോ മൂർഖ് ബനാന. ബൻ എന്നുള്ളത് ബനാന. ബനാന तो बहुत आसान है. ലക്കിയെ വിഡ്ഢിയാക്കാൻ വളരെ എളുപ്പമാണ്. തും അബ് ഖിലൗനെ ബിഖേർനെ ബന്ദ് കർ ദിയേ ഹേ. തുമ്നെ അബ് ഖിലൗനെ കളിപ്പാട്ടങ്ങൾ, ബിഖേർന എന്ന് പറഞ്ഞാൽ വാരി വലിച്ചിടുക, അത് ഇപ്പോൾ നീ അങ്ങനെ ഇടുന്നില്ല. അപ്പോൾ ബിഖേർനെ, ഇപ്പോൾ ബിഖർ എന്നുള്ളത് ബിഖേറിനെ ബന്ദ് കർ ദിയ. അതിന് രൂപം മാറ്റിക്കൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് സ്പേസിൽ അതിനെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.